ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഏറെ സ്നേഹത്തോടെ ഔസേപ്പച്ചൻ സാറിനെ സ്വാഗതം ചെയ്യുന്നു. സർ. ഔസേപ്പച്ചൻ സർ, ഒരു 2 വാക്ക്. 2 മതിയില്ലേ? 2. ഓക്കെ. അതിനു മുമ്പ് ഇത് ഞാൻ ആരെങ്കിലുമൊക്കെ എടുത്തുകൊണ്ടു. എൻ്റെ പ്രിയ പത്നി ഇവിടെയുണ്ട്, അവളെ ഒന്ന് ഏൽപ്പിക്കട്ടെ കേട്ടോ. എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദിയോടെ ഒരു നമസ്കാരം. വളരെ വളരെ സന്തോഷവും അഭിമാനവും തോന്നുന്ന ഒരു വേദിയാണിത്. ഒന്ന്, എനിക്ക് തോന്നണേ ഇത് 16ാമത്തെ വർഷം. രാധാകൃഷ്ണൻ ചേട്ടൻ്റെ മുഖത്ത് നോക്കിയാൽ അറിയാം ഒരു പ്രത്യേക പ്രസാദം. എനിക്ക് തോന്നുന്നത് രാധാകൃഷ്ണൻ ചേട്ടൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുള്ള ഈ 16ാം വർഷമായിരിക്കും. അതിനുള്ള കാരണം നിങ്ങൾക്കറിയാം. ആ കാരണം ഇനിയും ഉള്ളിടത്തോളം, ജീവനുള്ളിടത്തോളം കാലം തുടർന്ന് പോകാൻ വേണ്ടി ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്ക് ആരംഭിക്കുന്നു. എന്തേ, ശരിയല്ലേ? അമ്മ ഒത്തു നോക്കിയാൽ അറിയാം എന്തൊരു രാധാകൃഷ്ണൻ ചേട്ടനെ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ അദ്ദേഹത്തിന്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും രാധാകൃഷ്ണേട്ടൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എല്ലാവരും സാറ്, മാഷ്, ഗുരു അങ്ങനെയൊക്കെ പോകും. രാധാകൃഷ്ണൻ ചേട്ടനെ മാത്രം നാട്ടുകാരെല്ലാവരും കൂടെ വർക്ക് ചെയ്യുന്നൊരു ചേട്ടനെ വിളിക്കുള്ളൂ, രാധാകൃഷ്ണൻ ചേട്ടൻ. ഒരിക്കലും രാധാകൃഷ്ണൻ മാഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ആരാണെന്ന് വിചാരിക്കും. അത് അദ്ദേഹത്തിൻ്റെ സ്വഭാവ ഗുണമാണ്. അത് ആ മുഖത്തുണ്ട്. നമ്മളിപ്പോൾ നോക്കിയാൽ, ആ ഫേസിൽ നോക്കിയാൽ അറിയാം. എനിക്ക് ഒരുപാട് കടപ്പാടുള്ളൊരു വ്യക്തിയാണ്. അപ്പം എന്ത് കടപ്പാടാണ്? അദ്ദേഹം തിരുവനന്തപുരത്ത്, ഞാൻ ചെന്നൈയിൽ. ഞാൻ ഈ സംഗീത സംവിധാന രംഗത്തേക്ക് തുടക്കം കുറിക്കുന്നതിലും വലിയൊരു നിമിത്തമായ വ്യക്തിയാണ് രാധാകൃഷ്ണൻ ചേട്ടൻ. അതിനെക്കുറിച്ചൊരു സൂചന നൽകി. ആരവം എന്ന് പറഞ്ഞൊരു പടം, അതുവരയ്ക്കും മദ്രാസിൽ ദേവരാജൻ മാസ്റ്റർ കീഴിൽ വയലിൻ മാത്രം വായിച്ചുകൊണ്ട് നടന്ന ആൾ ഭരതേട്ടനുമായിട്ട് പരിചയപ്പെടാനും ആ പടത്തിൽ സംഗീത സംവിധാനം ചെയ്ത രാധാകൃഷ്ണൻ ചേട്ടൻ. അന്ന് പാട്ടൊരാൾ ചെയ്യുന്നു, ബാക്ക്ഗ്രൗണ്ട് സ്കോർ വേറൊരാൾ. അന്ന് എന്തോ ഒരു നിമിത്തം കൊണ്ട് ഞാൻ ഈ വയലിൻ വായിച്ച ബിറ്റുകളൊക്കെ എന്തോ അദ്ദേഹത്തിന് ഇഷ്ടമായതുകൊണ്ട് എൻ്റെ അടുത്ത് സംഗീത സംവിധാനം ചെയ്യാൻ പറഞ്ഞു. എനിക്ക് അതിന് തയ്യാറാവാത്തതുകൊണ്ട് ഞാൻ ജോൺസനെ കൂട്ടുപിടിച്ച് ഞങ്ങൾ രണ്ടുപേരും ജീവിതത്തിലെ ആദ്യത്തെ സംഗീത സംവിധാനം. അങ്ങനെ അതിനും കാരണക്കാരൻ രാധാകൃഷ്ണൻ ചേട്ടനാണ്. ആ പടത്തിൽ അവിടെ കൊണ്ട് അവസാനിച്ചില്ല. പിന്നീട് എനിക്ക് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, എനിക്ക് 2007 നാഷണൽ അവാർഡ് വാങ്ങിത്തന്ന ഒരു പാട്ടുകളുടെ ഒരു കഥ നിങ്ങൾക്കറിയാം, ശുഭവന്തൂരാളി രാഗം. അത് ഞാൻ പരിചയപ്പെട്ടതും കൂടുതൽ അതിനെക്കുറിച്ച് ആഴങ്ങളിലേക്ക് ചിന്തിക്കാൻ തുടങ്ങിയതിൻ്റെയും കാരണം രാധാകൃഷ്ണൻ ചേട്ടനാണ്.
മൗനമേ എന്നുള്ളൊരു പാട്ടിന് അദ്ദേഹത്തിന് രാധാകൃഷ്ണൻ ചേട്ടൻ എന്നെ അസിസ്റ്റ് ചെയ്യാൻ മറ്റേ തകര എന്ന് പറഞ്ഞ പടത്തിൽ അതിൻ്റെ മ്യൂസിക് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻറ്റ് മ്യൂസിക് ഡയറക്ടറായിട്ട് ആദ്യമായിട്ട് എനിക്ക് കൈതന്നത് അദ്ദേഹമാണ്. അന്ന് ഞാൻ നോട്ടമിട്ടതാണ് ഈ ശുഭവും തൊരാളി രാഗം. അതെവിടെയോ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അത് പിന്നീട് ഉപയുക്തമായി എനിക്കൊരു നാഷണൽ അവാർഡും കിട്ടി. അതും അദ്ദേഹത്തിന് ഞാൻ ഷെയർ ചെയ്യുകയാണ്, അദ്ദേഹത്തിന് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് ഈ വേദിയിൽ. അങ്ങനെ ഒരുപാട് പിന്നീട് ഞാൻ സംഗീത സംവിധാന രംഗത്ത് ഒന്നും കാര്യമായിട്ട് ബിസിയൊന്നും ആയിരുന്നില്ല. കുറച്ച് പടങ്ങളൊക്കെ ചെയ്തു, അത്രയേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു മണിച്ചിത്രത്താഴുണ്ടാകുന്നു. അതിലെ കുറച്ച് പാട്ടുകൾക്കും ഇതേപോലെ രാധാകൃഷ്ണൻ ചേട്ടനെ അസിസ്റ്റ് ചെയ്യാൻ എന്നെ വിളിക്കുന്നു. വേറെ ആരും അതിനു മുമ്പ് വിളിച്ചിട്ടില്ല. രാധാകൃഷ്ണൻ ചേട്ടൻ തന്നെ, തിരുവനന്തപുരത്തുള്ള രാധാകൃഷ്ണൻ ചേട്ടൻ ചെന്നൈയിലുള്ള എന്നെ വിളിക്കുന്നു, അതിനും ചെയ്യുന്നു. അങ്ങനെ ഫാസിലുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ അടുത്ത പടം അനീതിപ്രാവ് ചെയ്യാനുള്ള അവസരം അങ്ങനെയാണ് എനിക്ക് കിട്ടിയത്. അപ്പം ഇതെല്ലാം ജമറയില്ലേ, ഇതൊക്കെ കണക്റ്റഡാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു നല്ല മനസ്സ് മറ്റുള്ള എല്ലാ കലാകാരന്മാരെയും മേലെ കീഴെ ഒന്നുമില്ല, എല്ലാവരെയും സഹോദരന് തുല്യം സ്നേഹിച്ചൊരു വ്യക്തിയാണ്. ഇപ്പം നമ്മളൊക്കെ എന്നെക്കാളൊക്കെ എത്ര സീനിയറാണ്, പക്ഷേ നമ്മളെ സ്വന്തം ഒരു എന്തെന്നാ പറയുക, കൂട്ടുകാരെ പോലെ നമ്മളെ കണ്ട് നമ്മളെ സ്നേഹിച്ച് നമ്മളോട് ഇടപഴകാറുള്ളത്. അത്രയും ആ ഫേസിലുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ അദ്ദേഹത്തിൻ്റെ നമ്മളോട് പെരുമാറുന്ന രീതിയിലെല്ലാം നമുക്ക് നോക്കി കാണാം. പിന്നെ അദ്ദേഹത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രായം തോന്നിക്കില്ല. അതിന് ഒരു ഉദാഹരണം പറയാം. ശ്രീകുട്ടനൊക്കെ എനിക്ക് വേണ്ടിയിട്ട് പാട്ട് പാടിയിരുന്ന സമയത്ത് അന്ന് ഒരു കാരണം കൊണ്ട്, അന്ന് ഞങ്ങളുടെയൊക്കെ ഒരു കോമൺ സുഹൃത്തുണ്ട്, ജോൺ ആൻ്റണി ഗിറ്റാറിസ്റ്റ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് രാധാകൃഷ്ണൻ ചേട്ടൻ്റെ കമ്പോസിങ് ഗിറ്റാറിസ്റ്റ് കൂടിയായിരുന്നു അന്ന്. രാധാകൃഷ്ണൻ ചേട്ടൻ ജോൺ ആൻ്റണിയുടെ വീട്ടിൽ വരുന്നു, നേരെ ഓപ്പോസിറ്റ് എൻ്റെ വീട്. അപ്പം ഞാൻ ഫുൾ ടൈം വയലിൻ വായിക്കുക, വീട്ടിലുണ്ടാവാറില്ല. ഞാൻ അവിടെ ഉണ്ടെന്നുള്ള ധാരണയിൽ വീട്ടിൽ വരുന്നു, എൻ്റെ വൈഫിനെ കാണുന്നു. വൈഫ് എന്തോ പറഞ്ഞ് അയച്ചു. ഞാൻ വന്നപ്പോൾ പറഞ്ഞേ ഒരു ചെക്കൻ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ചെക്കനാ? ശ്രീകുട്ടൻ്റെ ആരോ? ഞാൻ പറഞ്ഞു എങ്ങനെയുണ്ട്, ഒരു ചുണ്ടൊക്കെ ചോന്ന് ഇതൊക്കെ. അതെ ഒരു ജുബയൊക്കെ എടുത്ത്. അതെ ഡി, ശ്രീകുട്ടൻ്റെ ചേട്ടനാണത്, 10-15 വയസ്സ് കൂടുതലുള്ളൊരു ചേട്ടൻ. അതെയോ, കണ്ടു കഴിഞ്ഞാൽ തോന്നില്ല കേട്ടോ എന്നെൻ്റെ വൈഫ് പറഞ്ഞു. അതെന്തുകൊണ്ടാണെന്നറിയോ ഞാനിത് പറയുന്നത്? ഇതിപ്പോൾ അദ്ദേഹത്തിന് പ്രായം കുറവോ കൂടുതലോ അതൊന്നും, അത് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തത് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയാണ്. അവരുടെ വീട്ടിൽ പോയി അറിയാം അവർ തമ്മിലുള്ള ആ ഒരു എന്താ പറയുക, പൊരുത്തം. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വഭാവം, അദ്ദേഹത്തിൻ്റെ മനസ്സ്, ആ മനസ്സാണ് ആ പ്രായം തോന്നിക്കാത്തത്. നമ്മുടെ മനസ്സ് ശുദ്ധമായി ഇരുന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരെ സ്നേഹിക്കാൻ നമ്മൾ ആരോടും ഒരു പകയില്ല, ഒരു എന്തെന്നാ പറയുക, ഒരു നമുക്ക് അസൂയയില്ല. ഒരാൾ നല്ലത് ചെയ്തു കഴിഞ്ഞാൽ ഉടനെ, ഇപ്പം ഞാൻ കാതോട് കാതോരം പാട്ട് ചെയ്തപ്പോൾ എത്ര പ്രാവശ്യം എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നതെന്നറിയോ ആ പാട്ടുകളെക്കുറിച്ച് നല്ലത് മറ്റുള്ളവർ. അപ്പം ഞാൻ ചേട്ടൻ വലിയ മ്യൂസിക് ഡയറക്ടറാണ്, നമ്മളെക്കുറിച്ചൊക്കെ ഞാൻ ഒരു കൊച്ചു പയ്യനായിട്ട് ചെയ്തു വന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സ്. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഇന്നും അന്നും എൻ്റെ മനസ്സിൽ ഉള്ളൊരു കാര്യം, ഒരുപാട് എണ്ണം ചെയ്യുന്നതിലൊന്നൊരു കാര്യമില്ല. ചെയ്ത ഓരോ പാട്ടുകളും കറകളഞ്ഞ പാട്ടുകളാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അത് സ്പീഡായാലും ക്ലാസിക്കലായാലും സ്ലോ ആയാലും സംശയമില്ല. അദ്ദേഹം നമ്മളൊക്കെ പറയും എന്തെന്ന് മലയാളത്തിൽ, ദേവരാജൻ മാസ്റ്റർ എൻ്റെ ഗുരു, ദക്ഷിണാമൂർത്തി, ബാബുരാജ് എന്നാണ് നമ്മൾ പറയുക. പക്ഷേ എണ്ണക്കുറവുള്ളത് കൊണ്ടായിരിക്കാം. പക്ഷേ കണക്കെടുത്ത് നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലീഗിൽ വരേണ്ട ഒരു സംഗീത സംവിധായകനാണ് രാധാകൃഷ്ണൻ ചേട്ടൻ. എന്താ കുറവുള്ളത്? എണ്ണം കുറവായിരിക്കും. കാരണം അത് എണ്ണം കുറവാകാനുള്ള കാരണമുണ്ട്. അദ്ദേഹത്തിന് നല്ലൊരു ഗവൺമെൻറ് ജോലി ഉണ്ടായിരുന്നു അല്ലേ, ഓൾ ഇന്ത്യ റേഡിയോയിൽ. അതുകൊണ്ടാണ് മദ്രാസിൽ വന്ന്, അന്ന് മദ്രാസിലാണ് ഇൻഡസ്ട്രി. അദ്ദേഹം മദ്രാസിൽ വന്ന് അദ്ദേഹവും 200-300 പടം ചെയ്തിട്ടുണ്ടാകും. അതിന് അദ്ദേഹത്തിന് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. പക്ഷേ അദ്ദേഹം അവരുടെ അതേ ലീഗിൽ ഒരു കസേരയിട്ടിരിക്കാൻ അർഹതപ്പെട്ട വ്യക്തിയാണ് രാധാകൃഷ്ണൻ ചേട്ടൻ. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഈ അവാർഡ് എനിക്ക് വാങ്ങിച്ചതിൽ വളരെ സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. എല്ലാവർക്കും വൺസ് അഗെയിൻ കുടുംബത്തിനോടും എല്ലാവരോടും എൻ്റെ നന്ദി പറഞ്ഞാണ് എൻ്റെ വാക്ക് നിർത്തുന്നത്.